ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ 4G വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അത് നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ബ്രേക്ക് സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രേക്ക് ലൈറ്റൊക്കെ തെളിഞ്ഞേക്കുക, അതായത് ബ്രേക്ക് കേബിൾ കംപ്ലൈൻ്റ് ആയിട്ട് അത് വലിഞ്ഞേക്കാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക് സൗണ്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് അഴിക്കേണ്ടതായിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ലൈനർ മാറുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ക്യാം അഴിച്ച് ഗ്രീസിങ് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരല്പം പ്ലേ, അതായത് ലിവറിന് ഒരല്പം പ്ലേ ഉള്ളതുകൊണ്ട് ഞാനിവിടെ ഒരു കോപ്പർ വാഷും കൂടി കൊടുത്തിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് അവൻ്റെ ജർക്കിങ് സൗണ്ട് കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാനാണ്. അപ്പോൾ നമുക്ക് ഈ ബ്രേക്ക് ലൈനർ ഏകദേശം നമുക്ക് അഡ്ജസ്റ്റിങ് ഈ 3/4 ഭാഗത്തോളം ആയതുകൊണ്ട് ഇത്രയും ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതേപോലെ ലൈനറിൻ്റെ കണ്ടീഷൻ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സൗണ്ടും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലൈനർ മാറ്റിയിടാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം എന്താ വെച്ചാൽ പരമാവധി നമുക്ക് ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്താലും തൽക്കാലം സൗണ്ടൊക്കെ മാറിക്കോളും, പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് വീണ്ടും അതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് കയറ്റിയിട്ട് അഴിച്ച് ബ്രേക്ക് ലൈനർ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും. പിന്നെയെന്ന് പറഞ്ഞാൽ മറ്റേ ഫ്രണ്ടിലെ ഇവിടെ നിന്ന് പോകുന്ന ആ കേബിള്, അതായത് ബാക്ക് ബ്രേക്കിൻ്റെ കേബിളാണ് നമുക്ക് ലോഡായിട്ട് നിൽക്കുക. അപ്പോൾ ആ കേബിൾ കൂടി മാറിയാലാണ് ആ ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളും ലൈനറും ഉൾപ്പെടുത്തി അത് മാറ്റുന്ന ലേബർ അടക്കം നോക്കിയിട്ട് എൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സപ്പിലേക്ക് ഇടാം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.